നാട്ടിലേക്ക് പോവാം. ഇനിയൊരു 2 മാസത്തോളം നാട്ടിൽ തന്നെ ഉണ്ടാവും. നാട് എന്ന് പറയുമ്പോൾ കണ്ണൂർ തലശ്ശേരി. അങ്ങനെ ബാംഗ്ലൂരിലെ സൺറൈസിനൊരു ടാറ്റ പറഞ്ഞ് ഞങ്ങൾ നേരെ കേരള ബോർഡർ വെച്ച് പിടിച്ചു. പക്ഷെ എന്തോന്നറിയില്ല, ഞാൻ ബാംഗ്ലൂരിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ വിട്ടു പോകാനും എനിക്കൊരു ഒരു മനസ്സിനൊരു സുഖമില്ലായ്ക പോലെ. ഇത്തരം മിസ്സിംഗ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ബാംഗ്ലൂരിനും എൻ്റെ ലൈഫിൽ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സെൻറ്റിമെൻറ്റ്സ് വേറെ ഒന്നുമല്ല, കല്യാണം കഴിഞ്ഞ് എൻ്റെയും വിച്ചുവിൻ്റെയും ഗുഡ് മെമ്മറീസ് മുഴുവൻ ഇവിടെയാണ്. കുഞ്ഞു കുട്ടികൾ വിമാനം കാണുമ്പോൾ എക്സൈറ്റ്മെൻ്റ് ആട്ടോ എനിക്ക്. വിധാൻ സൗധ കാണുമ്പം എന്താ ഒരു ഭംഗിയുണ്ട്, ഇപ്പം നോക്കിയിരിക്കാൻ തോന്നും. ആ കൃത്യസമയത്ത് തന്നെ ഒരു മൂണും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. വേറെ തന്നെ ഒരു ഭംഗിയാണ് അതിനെ കാണാൻ. പിന്നെ പോകും വഴിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചാട്ടോ. നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് കിട്ടി. പിന്നെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് കയറി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. നമ്മൾ മോസ്റ്റ്ലി ട്രാവൽ ടൈമിൽ പ്രിഫർ ചെയ്യാറ് ദോശ, ഉഴുന്നുവട അങ്ങനത്തെയൊക്കെ ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ആംബിയൻസുള്ള ഹോട്ടലായിരുന്നു. നല്ല ഫുഡായിരുന്നു. നല്ല മൊരിഞ്ഞ ഉഴുന്നുവടയും ദോശയോ ഇഡ്ഡലിയൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് ഇവിടുത്തെ ചമ്മന്തി ഇഷ്ടപ്പെട്ടില്ല. അതാണ് എൻ്റെ മുഖത്ത് ഇഞ്ചി കടിച്ച ഭാവം. കാരണം എന്ന് വെച്ചാൽ ഇതൊരു മതിർക്കുന്ന പോലത്തെ ഒരു ചമ്മന്തി. എനിക്ക് കുറച്ച് എരിവും പുളിയൊക്കെയുള്ള ചമ്മന്തി ഇഷ്ടം. അങ്ങനെ ചമ്മന്തി കൂട്ടാതെ ബാക്കിയുള്ള ഫുഡൊക്കെ ഫിനിഷ് ചെയ്തു. നിവ ബേബിക്ക് ഇഡ്ഡലിയും കൊടുത്തു. അങ്ങനെ നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. ടാറ്റ ബൈ ബൈ, സീ യു.